ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് ഫ്രേസസ് ആണ്. ദാറ്റ് ഈസ് വൈ ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ്. ഇത് രണ്ടും ഇതിൻ്റെയൊക്കെ മീനിങ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അത് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം, ഈ രണ്ട് ഫ്രേസസും ഉപയോഗിക്കുന്നത് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്യുന്നതിനാണ്. രണ്ടും ഫ്രേസസും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എന്ന് പറയില്ലേ, അവിടെ നമുക്ക് ദാറ്റ്സ് വൈ ഉപയോഗിക്കാം. ഇറ്റ്സ് യൂസ് ടു എക്സ്പ്ലെയിൻ എ കോൺസിക്വൻസ് ഓർ റിസൾട്ട്. ദാറ്റ്സ് വൈ ഉപയോഗിക്കുന്നത് ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഫലം, പരിണത ഫലം എന്ന് പറയില്ലേ, അതാണ്. റിസൾട്ട്, എ കോൺസിക്വൻസ് ഓർ റിസൾട്ട്. ഒരു കാര്യം സംഭവിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഫലമുണ്ടായത് എന്നാണ് പറയുന്നത്. ഐ ആം ടയേർഡ്, ദാറ്റ്സ് വൈ ഐ ആം ഗോയിങ് ടു ബെഡ്. നോക്കൂ, ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതയാണ്. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഐ ആം ഗോയിങ് ടു ബെഡ്. അപ്പോൾ ക്ഷീണിതയാണ് എന്നത് ഒരു കാര്യമാണ്, ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് ഐ ആം ഗോയിങ് ടു ബെഡ്. അതിൻ്റെ കോൺസിക്വൻസ് ആണ് ഐ ആം ഗോയിങ് ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഞാൻ ടയേർഡാണ് എന്നതിൻ്റെ ഒരു ഫലമാണ് ഞാൻ ബെഡിലേക്ക് പോകുന്നത്. ഇനി ദാറ്റ്സ് ബിക്കോസ് എന്നാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് യൂസ് ടു എക്സ്പ്ലെയിൻ എ റീസൺ, ഒരു കാരണം പറയുന്നതിനാണ്. അത് കാരണമാണ് എന്ന് പറയില്ലേ, അത്. ദാറ്റ്സ് വൈ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഫലം പറയുന്നതിന്. പക്ഷേ ദാറ്റ്സ് ബിക്കോസ് ആവുമ്പോൾ അതിൻ്റെ ഒരു കാരണം പറയുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ആം ടയേർഡ്, ദാറ്റ്സ് ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ. ഐ ആം ടയേർഡാണ് ആദ്യത്തെ സെൻറ്റൻസ്, ഞാൻ ക്ഷീണിതയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന അതാണ്. അതിന് കാരണമാണ് പിന്നീട് പറയുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് വെൽ. ഞാൻ നന്നായിട്ട് ഉറങ്ങിയില്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ദാറ്റ്സ് വൈ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലമാണ് പറഞ്ഞത്. പക്ഷേ ദാറ്റ്സ് ബിക്കോസ് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആണ് പറയുന്നത്. ഐ ലവ് റീഡിങ് ബുക്സ്. ഞാൻ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു, ബുക്ക് വായന ഞാൻ ഇഷ്ടപ്പെടുന്നു. ദാറ്റ്സ് വൈ ഐ ഹാവ് എ ഹ്യൂജ് ലൈബ്രറി. അതുകൊണ്ടാണ് എനിക്ക് വലിയ ഒരു ലൈബ്രറി ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ്, ഞാൻ വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഫലം എന്താണ്, ഐ ഹാവ് എ ഹ്യൂജ് ലൈബ്രറി. അപ്പോൾ ദാറ്റ്സ് വൈ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ദാറ്റ്സ് വൈ കഴിഞ്ഞാൽ ഫലം അല്ലെങ്കിൽ റിസൾട്ടാണ് പറയേണ്ടത്. ഐ ലവ് റീഡിങ് ബുക്സ്. ഞാൻ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദാറ്റ്സ് ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് റിലാക്സിങ്. അതിന് കാരണം, അതായത് ഞാൻ ബുക്ക് വായന ഇഷ്ടപ്പെടുന്നു, അതിന് കാരണം എന്താ, ഐ ഫൈൻഡ് ഇറ്റ് റിലാക്സിങ്. അത് വളരെ റിലാക്സിങ് ആയിട്ട്, എനിക്ക് ഒരുപാട് റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട്. അപ്പോൾ ദാറ്റ്സ് ബിക്കോസ് കഴിഞ്ഞിട്ട് കാരണം, റീസൺ ആണ് പറയുന്നത് എന്നോർക്കുക. ഷീ ഈസ് എൻ എക്സലൻറ്റ് ടീച്ചർ, ദാറ്റ്സ് വൈ ഹെർ സ്റ്റുഡൻസ് ലവ് ഹെർ. അവൾ വളരെ എക്സലൻ്റ്, വളരെ നല്ല ഒരു ടീച്ചറാണ്, അതുകൊണ്ടാണ്. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചു, ഹെർ സ്റ്റുഡൻസ് ലവ് ഹെർ. അവളുടെ സ്റ്റുഡൻസ് അവളെ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഫലമാണത്. ഷീ ഈസ് എൻ എക്സലൻറ്റ് ടീച്ചർ, ദാറ്റ്സ് ബിക്കോസ് ഷീ ഈസ് വെരി പേഷ്യൻറ്റ്. നോക്കൂ, അവൾ നല്ല ഒരു ടീച്ചറാണ്, അതിന് കാരണമാണ് പറയുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഷീ ഈസ് വെരി പേഷ്യൻറ്റ്. അവൾ വളരെ ക്ഷമാശീലയായ ഒരു ടീച്ചറാണ്, അതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ റീസൺ. ദ കമ്പനി ഈസ് എക്സ്പാൻഡിങ്. കമ്പനി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വൈ ദേ ആർ ഹയറിങ് ന്യൂ സ്റ്റാഫ്. അതുകൊണ്ടാണ് അവർ ന്യൂ സ്റ്റാഫിനെയൊക്കെ ഹയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ദാറ്റ്സ് വൈ. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ്, കമ്പനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് അവർ കൂടുതൽ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫലമാണ്. ദ കമ്പനി ഈസ് എക്സ്പാൻഡിങ്, ദാറ്റ്സ് ബിക്കോസ് ദേ ഹാവ് സെക്യൂർഡ് ന്യൂ ഫണ്ടിങ്. കൂടുതൽ ഫണ്ട് അവർക്ക് കിട്ടി, അതാണ് കാരണം കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതിന്. ദ കമ്പനി ഈസ് എക്സ്പാൻഡിങ്, ദാറ്റ്സ് ബിക്കോസ് ദേ ഹാവ് സെക്യൂർഡ് ന്യൂ ഫണ്ടിങ്. കൂടുതൽ ഫണ്ടിങ് കിട്ടി, അതാണ് അതിൻ്റെ കാരണം. ഐ ആം ഫീലിംഗ് സ്ട്രെസ്ഡ്, ദാറ്റ് ഈസ് വൈ ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്. ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്. ദാറ്റ്സ് വൈ പറയുന്നത് റിസൾട്ടാണ്.
ഞാൻ ബ്രേക്ക് എടുക്കുന്നു, അത് ഒരു കാര്യത്തിൻ്റെ റിസൾട്ടാണ്. എന്താണ്? ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആണ്, അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. ഇനി ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഉപയോഗിക്കാം. അതെങ്ങനെയാണ്? ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്, ദാറ്റ്സ് ബിക്കോസ് ഐ ആം ഫീലിംഗ് സ്ട്രെസ്ഡ്. നോക്കൂ, ഇപ്പോൾ ആദ്യം ആ സെൻറ്റൻസ് ഒന്ന് മാറ്റി, അതിൻ്റെ ഒരു ഓർഡർ മാറ്റി. ഐ ആം ഫീലിംഗ് സ്ട്രെസ്ഡ്, ദാറ്റ്സ് വൈ ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്. ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്, ദാറ്റ്സ് ബിക്കോസ് ഐ ഫീൽ സ്ട്രെസ്ഡ്. ഐ ആം ഫീലിംഗ് സ്ട്രെസ്ഡ്, ദാറ്റ്സ് വൈ ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്. നോക്കൂ, ഐ ആം ഫീലിംഗ് സ്ട്രെസ്ഡ്, അത് ഒരു കാര്യം സംഭവിച്ചു, എനിക്ക് വല്ലാതെ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്, ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതിൻ്റെ ഒരു ഫലമാണ്. എനിക്ക് വല്ലാതെ സ്ട്രെസ്ഡ് ആയിട്ട് ഒരു ഫീലിംഗ് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ബ്രേക്ക് എടുക്കുന്നു. ഇനി നമുക്ക് ആ സെൻറ്റൻസിൽ തന്നെ ദാറ്റ് ഈസ് ബിക്കോസ് ഉപയോഗിക്കാം. അതെങ്ങനെ പറയും? ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്, ദാറ്റ്സ് ബിക്കോസ് ഐ ആം ഫീലിംഗ് സ്ട്രെസ്ഡ്. നോക്കൂ, സെൻറ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുത്തി, ആ ഓർഡറിലൊരു വ്യത്യാസം വരുത്തി. അപ്പോൾ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് രണ്ടും പറയാം, രണ്ട് തരത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ദാറ്റ്സ് വൈ ഉപയോഗിക്കാം, ദാറ്റ്സ് ബിക്കോസ് ഉപയോഗിക്കാം. പക്ഷേ ആ സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡറൊക്കെ ഒന്ന് മാറ്റണം. ദ ട്രാഫിക് ഈസ് ടെറിബിൾ, ദാറ്റ്സ് വൈ വി ആർ ലേറ്റ്. ട്രാഫിക് വല്ലാത്തൊരു ട്രാഫിക്കായിരുന്നു, അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ വി ആർ ലേറ്റ്. ഞങ്ങൾ വൈകിയത് അതുകൊണ്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് ലേറ്റായത്. വി ആർ ലേറ്റ്, ദാറ്റ്സ് ബിക്കോസ് ദ ട്രാഫിക് ഈസ് ടെറിബിൾ. ഞങ്ങൾ വൈകി, അതിന് കാരണം എന്താ? ദ ട്രാഫിക് ഈസ് ടെറിബിൾ. അപ്പോൾ ദാറ്റ്സ് വൈ ഉപയോഗിക്കുന്നതും ദാറ്റ്സ് ബിക്കോസ് ഉപയോഗിക്കുന്നതും എങ്ങനെയാണ് ഇത് സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ.